നിങ്ങളെ കല്യാണം കഴിക്കാൻ തോന്നി എന്റെ ബുദ്ധിനെ ഉണ്ടല്ലോ ചെരുപ്പോണ്ട് അടിക്കണം. ചെരുപ്പ് എന്റെ ഉണ്ട്, ബുദ്ധി നിനക്കുണ്ടെങ്കിൽ അടിച്ചോ. നിങ്ങൾ എന്റെ ഭർത്താവായി വരുന്നതെന്ന് ഞാൻ ആദ്യം അറിഞ്ഞേ, അന്നല്ല നിങ്ങൾക്ക് ഞാൻ വിഷം തന്നേനെ. നിന്നെയാണ് കെട്ടാൻ പോണെന്ന് ഞാൻ അറിഞ്ഞേ, ആ വിഷം പേടിച്ച് ഞാൻ തന്നെ കുടിച്ചേ. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങളോട് സംസാരിക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിലേ എനിക്ക് വല്ല പ്രഷർ അടിച്ച് ഞാൻ മരിക്കും. ഞാൻ എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ല. എന്താ പറഞ്ഞോ, നിങ്ങക്ക് ഭയങ്കര ധൈര്യല്ലേ, പറയ്. എന്തിനാ നീ അതൊക്കെ പറഞ്ഞിട്ട്? ഏയ് പറഞ്ഞോ, ഭയങ്കര ധൈര്യശാലിയല്ലേ, പറഞ്ഞിട്ട് പോയാ മതി ഇവിടുന്ന് നിങ്ങള്. ഇപ്പൊ നിന്റെ കവളത്ത് ഒരു ഈച്ചയോ കൊതുകോ വന്നിരിക്കണം, അതിനെ എനിക്ക് ഒറ്റയടിക്ക് കൊല്ലണം. നല്ല നിക്കറ ഊരി പോകാൻ സെഞ്ചി കാട്ടലാം സഞ്ചി കാട്ടാൻ പറഞ്ഞു. ഈ മുട്ട അടിച്ചിരിക്കുന്നത് ഞാൻ ഇനി അവിടെ കൊണ്ട് മുടി കെട്ടാനായിട്ടാ. നിനക്ക് വേണേ കെട്ടാൻ പറ്റും. മോദി പാപ്പോ പ്രധാനമന്ത്രിയുടെ പേരിൽ പാപ്പ ഇറങ്ങി. എനിക്കൊരു മോദി പാപ്പ തന്നെ. നിനക്ക് എനിക്കിന്ന് സൺഡേ അല്ല, എനിക്കിന്ന് മണ്ടയാണ്. മണ്ടേ കളിച്ചിടാൻ ഞാൻ മണ്ടരിയാണോ? ഈ നോമ്പെടുത്തേക്ക് എന്നെ കൊണ്ട് പോട്ട് തീറ്റിക്കാൻ നോക്കി നിന്റെ കാലവാരിയ നിലത്തടിക്കും. ഉണ്ട്, പക്ഷെ നീ വിചാരിക്കുന്നത്ര ഇല്ല. അറിവില്ല ബുദ്ധിയില്ല എന്ന് കേട്ട എന്റെ പൊണ്ണ് തമ്പി വിട്ട് ഉണക്ക് ഓൻ വളി എനക്ക് വളി. അതല്ലേലും അങ്ങനെയല്ലേ? എന്തായാലും അറിയാവോ? അങ്ങനെ എല്ലാം അറിയില്ല സാർ, പക്ഷേ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട് സാർ. യൂണിറ്റ് ഓഫ് പവർ. വാട്ട് സാർ? വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓം, ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. കണ്ടുപഠിക്കടാ. ഓക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്സേ, വേർ ഈസ് ദ ബെയറിംഗ്? പണി കോളിയാ എവിടെടാ? കാണിക്കേ. രക്ഷിച്ചേക്കണേ. ഇതല്ലേ സാർ? വെരി ഗുഡ്. ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. അബ്ബാ, യു കാൻ ഗോ നൗ. ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ബസ്സിന് ഇറങ്ങി. ബാത്റൂമിൽ പോയി ഡോർ അടിച്ചപ്പം ഡോറിന്റെ പുറകിൽ ഒരു ലോഡ് നമ്പർ എഴുതി വെച്ചേക്കണം. ബാത്റൂമിൽ കയറുന്നവർ നമ്പർ എഴുതണം എന്ന് വല്ല സിസ്റ്റം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനും എന്റെ നമ്പർ അങ്ങ് എഴുതി വെച്ച്. എന്റെ സംക്രു എരിത്തീന് എണ്ണച്ചട്ടിലോട്ട് വീണ അവസ്ഥയായി. പകലിനുണ്ടോ രാത്രിയിലുണ്ടോ വിളിയോടെ വിളിയാ. എവിടെയാ, എന്തെടുക്കുവാ, സുഖമാണോ എന്നോരോ ചോദ്യങ്ങളെ. ഏത് അത് തന്നെ. അതിന്റെ ഇടയ്ക്ക് എന്റെ വീട്ടിലെ തലത്തിൽ ദിനേശൻ ഉണർന്നു. ഫോൺ കോളുകളുടെ നമ്പർ കൂടിയപ്പം വിപിന്റെ സംശയം തുടങ്ങി, ഇവിടെ ആരാ ഈ വിളിക്കണേന്ന്. വിപിന്റെ സംശയരോഗം മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് കോട്ടയം ബസ്സിൽ കയറി. കോട്ടയം സ്റ്റാൻഡിലെത്തി അതേ ബാത്റൂമിൽ പോയിട്ട് എന്റെ നമ്പറിന്റെ താഴെ ഒരു ആരോ വരച്ചിട്ട് വിപിന്റെ നമ്പർ എഴുതി വെച്ചു. മൈ ന്യൂ നമ്പർ. അച്ഛൻ പറഞ്ഞ പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ച് 3 മാസം കഴിഞ്ഞപ്പോ തന്നെ അച്ഛൻ അലമ്പ് തുടങ്ങി. എന്തലമ്പ്? അച്ഛന്റെ അലമ്പൊന്നും പറയാതിരിക്കാണ് ഭേദം. അങ്ങനെ തന്നെ വീട്ടിലാകെ പ്രശ്നമായപ്പോ ആളുകളൊക്കെ കൂടി നമ്മുടെ ബന്ധക്കാരൊക്കെ ഒന്നൊരു തീരുമാനം ഉണ്ടാക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞു ആദ്യം കല്യാണം കഴിച്ച ആള് മാറി താമസിക്കാൻ പറഞ്ഞു. അപ്പൊ സാറേ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനല്ലേ മാറി താമസിക്കേണ്ടത്, അച്ഛനല്ലേ നമ്മുടെ വീട്ടിൽ ആദ്യം കല്യാണം കഴിച്ചത്, അതല്ലേ സാറേ മര്യാദ. അങ്ങനെയാണ് അച്ഛൻ എനിക്ക് 5 സെന്റ് നീ വാതുക്ക വീട് വെച്ച് താമസിച്ചോന്നും പറഞ്ഞ് തന്നത്. ഞാൻ പെണ്ണിന്റെ സ്വർണ്ണമൊക്കെ വിറ്റൊരു വീടും വെച്ച് വളരെ സമാധാനമായിട്ട് താമസിച്ചു തന്നെയായിരുന്നു. അപ്പൊ അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കി. എന്റെ ബന്ധുവീട്ടിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അപ്പൊ കള്ളു കുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കും. പിന്നെ ചെറിയ കുഞ്ഞാണ് സാറേ, കുഞ്ഞ് കിടന്നുറങ്ങുന്നോടത്ത് രാത്രി കൊണ്ടുവന്ന് ഗുണ്ട് വെച്ച് പൊട്ടിക്കും. അങ്ങനെ എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ അപ്പൊ ഞാനൊരു പണി ചെയ്ത് ചുറ്റും വേലി അങ്ങോട്ട് കെട്ടിയിട്ട് അച്ഛനതിലെ വഴി നടത്താതെ. ഇതൊരു വല്ല മര്യാദ കേട്ടണ്ട. നിങ്ങളെന്തിനാ ഗുണ്ട് പൊട്ടിക്കുന്നത്? സാറേ ഇവൻ വെറുതെ നുണ പറയാണ്. ഈ ജാതി കൂതറ തന്തകളുള്ളടത്ത് നമ്മൾ എന്ത് തീരുമാനം എടുക്കും? ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്, ജാതി സെൻസസ്. അറിയാം, എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ പട്ടുസാരിയും ഒക്കെ ഉണ്ട് സാറേ. അപ്പത്തെ വീട്ടിൽ അവളില്ലേ, എനിക്കിതൊന്നുമില്ല, എല്ലാം വെറുതെ പറയണതാ. ഇതൊക്കെ എന്തിനാ നിങ്ങൾ ആദ്യം പറഞ്ഞത്? ചോദിക്കുമ്പോ പറഞ്ഞാൽ മതിയല്ലോ. ഭർത്താവ് എവിടെയാണ്? അകത്താ സാറേ. ഭർത്താവ് അകത്തിരിക്കുകയാണോ? പുറത്തേക്ക് വിളിക്ക്. അയ്യോ, ആകത്തല്ല, ജയിലിൽ
പാവായിരുന്നു. രണ്ടുപേരെ കൊന്നു, അത്രേ ഉള്ളൂ. 7 വർഷമായി അവിടെയാ. അതെയോ? ഈ വീട്ടില് നിങ്ങൾ ഒറ്റയ്ക്ക് താമസം? ഏയ്, എന്റെ മോനുണ്ട്. അവനിപ്പോ 4 വയസ്സായി. ഭർത്താവ് 7 വർഷമായിട്ട് ജയിലിലാ പറഞ്ഞു. കുട്ടിക്ക് 4 വയസ്സ്. അതെങ്ങനെ സംഭവിച്ചു? അതാളെ ഇടയ്ക്കിടയ്ക്ക് കരോളിന് വരുവേ. കരോളോ? ഈ ജയിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിടില്ലേ പുറത്തേക്ക് കരോള്? പരോള്. ആ, ചില സ്ഥലത്ത് അങ്ങനെയും പറയും. ശരി, പേര്? വത്സല. എടി നമ്മുടെ തെക്കേലെ സന്തോഷില്ലേ? ആ, സന്തോഷ്. നീ അവന്റെ ഭാര്യ ആ, ഉഷ. ഉഷ, അവൾ ഒരു വില കൂടിയ സാരി ഉടുത്തോണ്ട് പോകുന്നത് ഞാൻ ഇന്നലെ കണ്ടു. പക്ഷെ അവൾ ഉടുത്തോണ്ട് പോയതിന്റെ കോലം കണ്ടേച്ചാലും മതി. എന്തായിരുന്നു? നീ അവിടെ ബ്ലൗസ് കണ്ടോ? അവിടെ ബ്ലൗസിന്റെ പുറവശം ഒന്ന് കാണണം. വെട്ടി തുറന്ന് മലത്തി വെച്ചേക്കണല്ലേ? അവളുടെ എല്ലാ ബ്ലൗസും അങ്ങനെ തന്നെ. കണ്ണെടുക്കത്തില്ല നമ്മള്. പെണ്ണുങ്ങൾക്ക് പോലും കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനത് പറയാഞ്ഞിട്ടാ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നി. ഞാൻ എന്തെങ്കിലും വന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ എന്നെക്കാളും കുറച്ച് കളറ് കൂടുതൽ അവക്കാണല്ലോ. അപ്പൊ എടി പോടിയാതെ അവള് മേക്കപ്പാണ്. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നിന്റെ നാച്ചുറൽ സൗന്ദര്യമല്ലേ? ഞാൻ നിന്നോട് ചോദിച്ചല്ലേ നീ ഇന്ന് എന്തെങ്കിലും ചെയ്തോ? സത്യമായിട്ട് ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. മേക്കപ്പാണ് മൊത്തം. അവള് കംപ്ലീറ്റ് മേക്കപ്പ്. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവന്റ് മാനേജറാണ്. എവന്റെ മാനേജർ എനിക്കെന്താ? അല്ല, അതല്ല, പോകുന്നതിന് മുന്നേ നമുക്കൊരു വ്ളോഗൊക്കെ ചെയ്യണം കേട്ടോ. ഞാനേ ഇതൊരു കല്യാണമുണ്ടോ? ഞാൻ മറുപടി ഞാൻ തരുന്നില്ല ഇപ്പൊ ഞാന് കേട്ടോ. നീ സംസാരിക്കാതെ നീ. എടാ, കല്യാണം കഴിഞ്ഞ് 3-ാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയി. ഞാൻ അങ്ങനെ ജീവിച്ചോളല്ലേ ഞാൻ. അവനെ എടാ 3 മാസം കഴിഞ്ഞ് ഭർത്താവ് ചത്തുപോയെങ്കിലും ഞാൻ ഇന്ന് വരെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. 8 വർഷം കഴിഞ്ഞാണ് എനിക്ക് കുഞ്ഞു പിറക്കുന്നത്. അങ്ങനെ ജീവിക്കാനാണെങ്കിൽ മിണ്ട ഇത് കഴിയട്ടെ കേട്ടോ. പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും. 16-ാമത്തെ വയസ്സിൽ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ബാബുവല്ല, വേറൊരു പയ്യൻ. എന്നിട്ട് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ. അങ്ങനെ കാണാതെ അങ്ങനെ ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു. ആ ശബ്ദം കേൾക്കുമായിരുന്നു. അവസാനം എന്റെ പ്രേമം എന്റെ വീട്ടുകാരെ അറിഞ്ഞപ്പോ ആലോചിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് പയ്യന്റെ സ്ഥലം അങ്ങ് ദൂരെയാണെന്ന്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ട് എന്റെ സ്നേഹം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അതൊക്കെ പോട്ടെ, ആരായിരുന്നു ആ പയ്യൻ? കമലഹാസൻ. ആരാ? സിനിമ നടൻ കമലഹാസൻ.